വിദേശീയരെ ആകർഷിക്കാൻ തുർക്കിയുടെ വർക്ക് പെർമിറ്റ് നിയമങ്ങൾ ലഘൂകരിക്കുന്നു. യൂറോപ്പിനെയും ഏഷ്യയെയും ബന്ധിപ്പിക്കുന്ന രാജ്യമായ തുർക്കിയിലെ തൊഴിൽ അവസരങ്ങൾ ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഏറെ പ്രയോജനകരമാണ്. തൊഴിൽ ക്ഷാമം പരിഹരിക്കുന്നതിനും വിദേശ പ്രതിഭകളെ സമ്പദ്വ്യവസ്ഥയുടെ പ്രധാന മേഖലകളിലേക്ക് ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് തുർക്കി പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. വിദേശ തൊഴിലാളികൾക്ക് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്കും സമൂഹത്തിലേക്കും സംഭാവന ചെയ്യുന്നത് എളുപ്പമാക്കുന്നതിന് പുതിയ നീക്കം സഹായിക്കുമെന്നാണ് തുർക്കി മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അഭയാർത്ഥികൾ, പത്രപ്രവർത്തകർ, കായിക താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക തൊഴിലുകളുള്ള ഇളവുകളും പുതിയ നിയമങ്ങളിൽ ഉൾപ്പെടുന്നുണ്ടെന്നും മന്ത്രാലയത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കുള്ള വർക്ക് പെർമിറ്റ് ഇളവുകൾ നീട്ടുന്നതാണ് പുതിയ ചട്ടങ്ങളിലെ പ്രധാന ഹൈലൈറ്റുകളിലൊന്ന്. മുമ്പ് ഈ ഇളവുകൾ 6 മാസം മാത്രമേ നീണ്ടുനിന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് വർക്ക് പെർമിറ്റ് ആവശ്യമില്ലാതെ 3 വർഷം വരെ തുർക്കിയിൽ ജോലി ചെയ്യാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. സാങ്കേതികവിദ്യ, തൊഴിലാളി ക്ഷാമം നേരിടുന്ന മറ്റു വ്യവസായങ്ങൾ തുടങ്ങിയ പ്രധാന മേഖലകളിൽ സംഭാവന ചെയ്യുന്ന വിദേശ തൊഴിലാളികളെയാണ് ഈ മാറ്റം ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ മികച്ച സാമ്പത്തിക വളർച്ചയാണ് തുർക്കി ലക്ഷ്യം വെക്കുന്നത്. അഭയാർത്ഥികൾക്കും വ്യക്തികൾക്കും താൽക്കാലിക സംരക്ഷണം നൽകുന്ന വർക്ക് പെർമിറ്റ് ഇളവുകൾ നീട്ടുന്നതാണ് മറ്റൊരു പ്രധാന മാറ്റം. ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ വിദേശ അപേക്ഷ, മൂല്യനിർണ്ണയം, മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിശ്ചിത കാലയളവിൽ അനുമതിയില്ലാതെ തുർക്കിയിൽ ജോലി ചെയ്യാൻ സാധിക്കും. ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യങ്ങൾ പരിഗണിക്കുക. ഇതിലൂടെ തുർക്കിയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകുന്നതിന് അഭയാർത്ഥികൾക്കും സാധിക്കും. അതോടൊപ്പം പത്രപ്രവർത്തകരും അത്ലറ്റുകളും ഉൾപ്പെടെയുള്ള ചില പ്രൊഫഷണൽ ഗ്രൂപ്പുകൾക്കും പുതിയ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വരുത്തുന്നുണ്ട്. പ്രസിഡൻഷ്യൽ ഡയറക്ടർ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നൽകുന്ന സ്ഥിരം പ്രസ് കാർഡ് കൈവശമുള്ള വിദേശ പത്രപ്രവർത്തകർക്ക് പുതിയ ഇളവുകൾ ഗുണം ചെയ്യും. ഈ മാറ്റം അന്താരാഷ്ട്ര മാധ്യമ പ്രൊഫഷണലുകൾക്ക് തുർക്കിയിൽ ജോലി ചെയ്യുന്നത് എളുപ്പമാക്കുമെന്നാണ് തുർക്കി സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ടർക്കിഷ് സ്പോർട്സ് ഫെഡറേഷനുകൾ അല്ലെങ്കിൽ ക്ലബ്ബുകളിൽ കരാറുള്ള വിദേശ അത്ലറ്റുകൾ, കോച്ചുകൾ, മറ്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എന്നിവരെ ഇപ്പോൾ വർക്ക് പെർമിറ്റ് ആവശ്യകതകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ ഇളവുകൾ പ്രാബല്യത്തിൽ വരുമ്പോൾ രാജ്യത്ത് നിയമപരമായി താമസിക്കുന്ന തൊഴിലാളികൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇളവുകൾക്കായി അപേക്ഷിക്കാൻ സാധിക്കും. നേരത്തെ വിദേശ പൗരന്മാർ തുർക്കിയിൽ പ്രവേശിച്ച് 30 ദിവസത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് ഇളവുകൾക്കായി അപേക്ഷിക്കണമായിരുന്നു. ഈ മാറ്റം വിദേശ തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും മേലുള്ള സമ്മർദ്ദം കുറയ്ക്കും. അതോടൊപ്പം വലിയ സമ്മർദ്ദങ്ങളില്ലാതെ ജോലി അന്വേഷിക്കാനും ഇക്കൂട്ടർക്ക് സാധിക്കും. ഈ മാറ്റങ്ങൾ ലോകമെമ്പാടുമുള്ള വിദഗ്ധരായ പ്രൊഫഷണലുകളെ ആകർഷിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതിലൂടെ തുർക്കി അതിന്റെ തൊഴിൽ ക്ഷാമം പരിഹരിക്കാനും സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് തുർക്കിയുടെ പുതിയ വർക്ക് പെർമിറ്റ് നിയന്ത്രണങ്ങൾ നിരവധി അവസരങ്ങൾ നൽകുന്നുണ്ട്. ഹെൽത്ത് കെയർ, IT, എഞ്ചിനീയറിംഗ്, ടൂറിസം എന്നീ മേഖലകളിലെ പ്രൊഫഷണലുകൾക്ക് തുർക്കിയിൽ ഉയർന്ന ഡിമാൻഡുണ്ട്. വർക്ക് പെർമിറ്റ് ഇളവുകൾ വരുത്തിയതോടെ ഇന്ത്യൻ ബിസിനസ്സുകാർക്ക് ഒരു പ്രധാന നേട്ടം കൂടിയാണിത്. യൂറോപ്പ്, ഏഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവയ്ക്കിടയിലുള്ള ഒരു വഴിത്തിരിവായി തുർക്കിയുടെ തന്ത്രപ്രധാനമായ സ്ഥാനം ഇന്ത്യൻ സംരംഭകർക്ക് ബിസിനസ് സ്ഥാപിക്കാൻ അനുയോജ്യമായ സ്ഥലമായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തുർക്കിയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് 8 വർഷത്തെ നിയമപരമായ താമസത്തിന് ശേഷം ദീർഘകാല വർക്ക് പെർമിറ്റുകൾ നേടാനുള്ള അവസരമുണ്ട്. തുർക്കിയുടെ ആരോഗ്യ സംരക്ഷണ മേഖല ഗണ്യമായി വികസിച്ചു. കൂടാതെ യോഗ്യരായ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മെഡിക്കൽ സ്റ്റാഫുകളുടെയും ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതും ഇന്ത്യക്കാരെ സംബന്ധിച്ച് മികച്ച അവസരങ്ങളാണ് നൽകുന്നത്.